പ്രിയമുള്ളവരെ, ഇന്നത്തെ ചെറിയ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് ഒരു സൗണ്ട് ബാർ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് സർവീസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രചാരം നേടിയ ഒരു സൗണ്ട് ബാറാണ് സീബ്രോണിക് 3500. വളരെ വില കുറഞ്ഞ രീതിയിൽ നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള ഒരു സൗണ്ട് ബാറാണ് ഈ സീബ്രോണിക്സ് 3500 എന്നുള്ളത്. പ്രധാനമായിട്ടും LED TV-കൾ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇത് കൂടുതലായിട്ടും വാങ്ങുന്നത്. ഇതിൻ്റെ ബാക്ക് പാനലാണ് നമ്മുടെ ഇവിടെ കാണുന്നത്. ഇതിൽ RCA കണക്ടറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ സപ്ലൈ എക്സ്റ്റേണൽ പവർ സപ്ലൈ ആണ്. അതായത് ഏകദേശം 24 വോൾട്ടിൽ 3.5 ആംപിയറിൽ വർക്ക് ചെയ്യുന്ന ഒരു സൗണ്ട് ബാർ കൂടിയാണ് ഇത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 60 വാട്ട്സ് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇന്നർ PCB ആണ് ഇവിടെ കാണുന്നത്. ഇതിൽ പ്രധാനമായിട്ടും SMD കമ്പോണൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് വളരെ നല്ല ക്ലാരിറ്റിയുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റ് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലൂടൂത്ത് മോഡ്യൂൾ വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുണ്ടാകുന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 വോൾട്ട് മിസ് ആവുക ആണ്. അപ്പോൾ ഈ 5 വോൾട്ടിൻ്റെ കണക്ഷൻസിൽ വരുന്ന ലൂസ് കോണ്ടാക്റ്റുകൾ, അതുപോലെ തന്നെ ഈ സൗണ്ട് ബാർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ കൊണ്ട് പല കപ്പാസിറ്ററുകളും ഇളകിപ്പോകുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പറാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് ഒരു മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്റ്റാണ്. പ്രധാനമായിട്ടും സൗണ്ട് ബാറുകളെല്ലാം തന്നെ ഇപ്പോൾ ചൈനയിൽ നിന്നാണ് വരുന്നത്. പക്ഷേ വളരെ ഭേദപ്പെട്ട സൗണ്ട് ഔട്ട്പുട്ട് നൽകുന്ന ഒരു സൗണ്ട് ബാർ തന്നെയാണ് ഈ സീബ്രോണിക്സ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ ഓപ്പറേഷൻ ബട്ടൺസ് ആണ്. അതായത് ഓൺ ഓഫ് ബട്ടൺ, മൈനസ് ആൻഡ് പ്ലസ്, അതുപോലെ തന്നെ മെനു സെലക്ടർ ബട്ടൺസ് ആണ് ഇവിടെ കാണുന്നത്. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഈ സൗണ്ട് ബാർ നമുക്ക് ഈസി ആയിട്ട് സർവീസ് ചെയ്യുവാൻ സാധിക്കും. കാരണം അതിൻ്റെ വോൾട്ടേജ് മിസ്സിങ് ആണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഒരു കംപ്ലൈൻറ്റ്. അപ്പോൾ അതിൻ്റെ കമ്പോണൻറ്റ് ഏതാണ് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്, ആ കമ്പോണൻറ്റ് നമുക്ക് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇത് സർവീസ് ചെയ്തെടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ പ്രധാനമായിട്ടും LED TV-കൾ ഉപയോഗിക്കുന്ന ആളുകളെല്ലാം തന്നെ സൗണ്ട് ബാർ വാങ്ങുന്നുണ്ട്. കാരണം LED TV-കളിൽ നിന്ന് ലഭിക്കുന്ന സൗണ്ട് ഔട്ട്പുട്ട് വളരെ കുറവായതിനാൽ ആ സൗണ്ട് കൂട്ടി നമുക്ക് നല്ല സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ശ്രവിക്കാവുന്ന രീതിയിൽ ആണ് ഈ സൗണ്ട് ബാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് നല്ല സൗണ്ട് ഔട്ട്പുട്ടും അതുപോലെ തന്നെ വളരെ സ്ലിമ്മായിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ പരിഹരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കപ്പാസിറ്റർ ഡാമേജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റൊരു കപ്പാസിറ്റർ ഈ സർക്യൂട്ടിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില കപ്പാസിറ്ററുകൾ അതിൻ്റെ ബോഡിയിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ട്. ആ കപ്പാസിറ്ററുകൾ നമ്മൾ വീണ്ടും സോൾഡർ ചെയ്തിട്ട് ബോർഡിലേക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ സൗണ്ട് ബാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മെയിൻ പവർ സപ്ലൈ ഡയറക്റ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് നമുക്ക് ഇത് ഈസി ആയിട്ട് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും.
ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ 5 വോൾട്ട് മിസ്സിങ് ആണ്. ആ 5 വോൾട്ട് മിസ്സിങ് നമ്മൾ ആ പ്രിൻ്റുകൾ ഡാമേജ് ആയതുകൊണ്ട് ആ സപ്ലൈ നമ്മൾ വീണ്ടും റീസോൾട്ട് ചെയ്ത് കണക്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ബോർഡിൻ്റെ പവർ സപ്ലൈ 5 വോൾട്ട് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 24 വോൾട്ട് വരുന്ന ലൈനുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏവർക്ക് ഈസി ആയിട്ട് തന്നെ ഈ സൗണ്ട് ബാർ സർവീസ് ചെയ്തെടുക്കുവാൻ സാധിക്കും. വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് സീബ്രോണിക്സ് കമ്പനി ഇറക്കിയിട്ടുള്ള ഒരു സൗണ്ട് ബാറാണ് ഇത്. ഇതിൽ പ്രധാനമായിട്ട് മോഡ്യൂളിലേക്ക് പോകുന്ന വയറുകളാണ് ഈ വൈറ്റ് കളറുള്ള വയറുകൾ. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ 24 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുവാനുള്ള സോക്കറ്റ് കൂടിയുണ്ട്. അതായത് എക്സ്റ്റേണൽ പവർ സപ്ലൈ വെച്ചിട്ടാണ് ഈ യൂണിറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള വോൾട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ബോർഡ് നമുക്ക് അഴിച്ചെടുത്ത് അതിൻ്റെ ഫോൾട്ടുകൾ സർവീസ് ചെയ്തിട്ട് വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുപോലെ വളരെ സിമ്പിളായിട്ടാണ് ഈ സൗണ്ട് ബാർ കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ 2 സ്ക്രൂകൾ അഴിച്ചിട്ട് അതിൻ്റെ ബോർഡ് പുറത്തെടുത്തിട്ട് സർവീസ് ചെയ്തിട്ട് വീണ്ടും അത് ഇൻസേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക് പാനൽ 2 സ്ക്രൂകൾ ടൈറ്റ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുവാൻ പറ്റും. അതുപോലെ നല്ല